നമസ്കാരം. പിണറായി 3.0 സാധ്യമോ? എല്ലാവരുടെയും നാവിൻ തുമ്പത്തെ ഒരു ചോദ്യമാണ്. അതോ UDF, ഏതാനും സർവേകളുടെ അടിസ്ഥാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന UDF അധികാരത്തിൽ തിരിച്ചെത്തുമോ? ഇതാണ് പ്രധാന ചോദ്യം. ഇപ്പം ഇവിടെ ഏതാനും ദിവസങ്ങൾ കൂടി തിരഞ്ഞെടുപ്പിനുണ്ട്. പക്ഷേ സംവിധായകരുടെ മനസ്സ് ഏതാണ്ട് സെറ്റായി കഴിഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പരമാവധി ഏതെങ്കിലും പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ബാൻഡ് വാഗണിൽ നിന്നുകൊണ്ടോ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരമാവധി നിഷ്പക്ഷമായി സാധ്യതകളെ വിലയിരുത്താൻ ഉള്ള ഒരു എളിയ ശ്രമമാണ് ഇത്. പിണറായി 3.0 സാധ്യമാണ് എന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുമുണ്ട്. പ്രധാനമായും വികസന മുദ്രാവാക്യം തന്നെയാണ്. കാരണം ട്രാക്ക് റെക്കോർഡ് പലതും കാട്ടാനുണ്ട്. ഒന്നും വേണ്ട, സാധാരണക്കാർക്ക് കണ്ണുമടച്ച് പറയാവുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കാര്യമായ പവർ കട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യ സേവന രംഗത്ത് നല്ല മുന്നേറ്റം കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടുന്നുണ്ട്, കൂടുതൽ എണ്ണമുണ്ടായി, ഗുണനിലവാരം കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെ കൃത്യത വന്നിട്ടുണ്ട്. ഒരു എഫിഷ്യൻറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു സൂചനയാണ്. പിന്നീടുള്ളത് റോഡുകളുടെ നിലവാരമാണ്. ഒരുപാട് റോഡുകൾ കഴിഞ്ഞ 10 വർഷം മുൻപുള്ളതിനേക്കാൾ കൂടുതൽ റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. സ്വാഭാവികമായി UDF ആണെങ്കിലും ഒരുപക്ഷെ ഫണ്ടുകളുടെ ലഭ്യത ഉണ്ട് എങ്കിൽ അത് ഉയർത്താൻ സാധിക്കും. LDFന് മാത്രം നേട്ടമായി പറയാൻ കഴിയില്ല. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ട്. LDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത അത്രയും ഉണ്ടാവുന്നില്ല എങ്കിൽ പോലും മുടങ്ങാതെ, ചില ഗഡുക്കൾ മുടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ മുടങ്ങാതെ ക്ഷേമ പദ്ധതികൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ക്ഷേമ പെൻഷൻ വിഹിതം കൂട്ടിയിട്ടുമുണ്ട്. അത് 2000 രൂപയിലെത്തി നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം കാട്ടുന്നത്, അതോടൊപ്പം തന്നെ ജനറൽ സ്റ്റെബിലിറ്റി, പടലപിണക്കങ്ങൾ കുറവാണ്. CPI അസ്വാരസ്യങ്ങൾ ഇടയ്ക്കുണ്ടായി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ പൂർണ്ണമായി ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തുന്നതായിരുന്നില്ല. ഇതെല്ലാം തന്നെ അതിൻ്റെ പോസിറ്റീവ് ടേക്കാണ്. പക്ഷേ പിണറായി 3.0 സാധ്യം ആകണമെങ്കിൽ 2-3 ലോജിക്കൽ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. ഒന്ന്, ഇത്രയും പ്രായമുള്ളൊരു ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഈ മൊബിലിറ്റി പോലും ചെറിയ പ്രശ്നമായി വരുന്നു. മെൻ്റൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് 2 വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലർ പറയുന്നു ഈ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, വാവിട്ട വാക്കുകൾ ഇതെല്ലാം തന്നെ പ്രായമാകുന്നതിൻ്റെ സ്വാഭാവിക ലക്ഷണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും എക്കാലത്തും ശ്രീ പിണറായി വിജയൻ അങ്ങനെ തന്നെ ആയിരുന്നു. കടക്ക് പുറത്തു എന്ന് പറയുന്നതിൻ്റെ ഒരു ശാസ്ത്രം, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ധിക്കാരം, അല്ലെങ്കിൽ പരനാറി എന്ന് വിളിക്കുന്ന ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ കുലം കുത്തികളായി ചിലരെ ആക്ഷേപിക്കുന്ന രീതി, അതും അല്ല എങ്കിൽ സുധാകരനെ പോലെയുള്ള ആളുകളെ വളരെ മോശമായ ചെറ്റ പ്രയോഗത്തിലൂടെ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പോൾ ഇതൊക്കെയൊന്നും ഫണ്ടമെൻ്റൽ പ്രശ്നമായി ഞാൻ കരുതുന്നില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ കൾച്ചർ, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരം, അത് പലപ്പോഴും പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്നില്ല എന്നതിൽ ഒതുക്കി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീഴുന്ന വീൺവാക്കുകളും ധിക്കാരപരമായ വാക്കുകളുമാണ് എന്ന് അങ്ങനെ കരുതാനാവില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് ജനം പ്രതീക്ഷിക്കുന്നത് ഹി ഷുഡ് ബി ഏബിൾ ടു ഡെലിവർ ദ ഗുഡ്സ്. ജനം ആഗ്രഹിക്കുന്നത് നൽകാൻ, പറയുന്നത് പ്രവർത്തിക്കാൻ, സ്റ്റെബിലിറ്റി നൽകാൻ, ദിശാബോധം നൽകാൻ, പലപ്പോഴും കർശനമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരാളാവണം മുഖ്യമന്ത്രി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ പൂർണ്ണ പരാജയമാണെന്ന് പറയാനൊന്നും ആവില്ല, നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ. പക്ഷേ LDFന് ഏറെ മറച്ചു പിടിക്കേണ്ടതുണ്ട്. ഷോഡി ഡീൽസ്, ഇതാണ് LDFനെ കാർന്നു തിന്നുന്ന, UDFന് സാധ്യതയാവുന്ന, ചിലയിടങ്ങളിലെങ്കിലും BJPക്ക് സാധ്യതയാകുന്ന ഒരു പ്രവണത. എന്താണ് ഈ ഷോഡി ഡീൽസ്? LDFൻ്റെ എക്കാലത്തെയും നന്മ അല്ലെങ്കിൽ മേന്മ എന്ന് പറയുന്നത് വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടം, അഴിമതി രഹിതമായ ഒരു പ്രതിച്ഛായ, എളിയ ജീവിതം, സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, കേഡറുകളുടെ ഒരു ഡിസിപ്ലിൻ, പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത നേതാക്കൾ, ധാർഷ്ട്യവും ധിക്കാരവും ഇല്ലാത്ത പ്രവർത്തന ശൈലി, ഇതെല്ലാം തന്നെ LDFന് അന്യം നിന്ന് പോകുന്നു. പ്രത്യേകിച്ച് LDFന് തലപ്പത്തുള്ള CPMന് ഇതൊക്കെ അന്യം നിന്ന് പോകുന്നു. നമുക്ക് പരിശോധിക്കാം. എന്താണ് വർഗീയതയോടുള്ള നിലപാട്,
വർഗീയതയുടെ യാതൊരു ചങ്ങാത്തവുമില്ല എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ, പോസ്റ്റ് EMS കാലഘട്ടം പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകും, വർഗീയ കക്ഷികളുമായി അല്ലെങ്കിൽ വർഗീയ ചായ്വുള്ള, വർഗീയ ചുവയുള്ള, വർഗീയ പരിപ്രേക്ഷ്യമുള്ള ചെറിയ സംഘടനകളുമായും കക്ഷികളുമായും പലപ്പോഴും സന്ധി ചെയ്ത് അവരുടെ വോട്ട് വാങ്ങി മുന്നോട്ട് പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് തന്നെയാണ് പ്രധാനം, അധികാരം തന്നെയാണ് പ്രധാനം. അതിനെന്ത് പ്രത്യയശാസ്ത്രപരമായ നീക്കുപോക്കും, നിലപാടുകളുടെ നീക്കുപോക്കും സാധ്യമാണ്. അത് തെറ്റല്ല. തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെന്നാണ് പ്രധാനം. ഇതാണ് CPMൻ്റെ ഇപ്പോഴത്തെ മനഃശാസ്ത്രം. അത് തെറ്റെന്ന് പറയാനാക്കില്ല. പ്രായോഗികമായി പാർട്ടികൾക്ക് എടുക്കേണ്ട നിലപാടാണ്. ചില കാര്യങ്ങളിൽ സന്ധി ചെയ്യേണ്ടി വരും. SDPAയുമായി മുൻപ് CPM ബാന്ധവം ഉണ്ടായിട്ടില്ലേ? അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നത് SDPA ബാന്ധവമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. CPMന് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന നിലപാട് പോലും പലപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം മുസ്ലിം ജനസാമാന്യത്തെ പരമാവധി കയ്യിലെടുക്കാൻ വടക്കൻ മേഖലയിൽ, മലബാർ മേഖലയിൽ CPMന് ഒരു തേരോട്ടം സാധ്യമാവണമെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു മുഖ്യധാര റെപ്രസെൻ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രം പറ്റില്ല. മറ്റ് ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് CPMനെ ഭരിച്ച ഒരു ചിന്ത. അത് പിണറായിസ്റ്റ് കാലഘട്ടത്തിൻ്റെ ഒരു ചിന്തയാണ് എന്ന് പറയാം. ആരെല്ലാം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വന്നപ്പോഴും ഇപ്പോഴിതാ MV ഗോവിന്ദൻ വന്നപ്പോഴും ആ നിലപാടിന് മാറ്റമുണ്ടാകുന്നത് കാണാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതാ SDPI CPM ബാന്ധവം വിഷയമാകുന്നു. എന്തുകൊണ്ടാണ് വിഷയമാകുന്നത്? SDPയുടെ സംസ്ഥാന നേതൃത്വം ആണായിട്ട് പറയുന്നു, CPM നിയമത്തെ തങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടു. അത് നൽകി. CPMന് പറയാൻ കഴിയുന്നില്ല തങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. പറയുന്നത് പരമാവധി ആരെങ്കിലും ഇങ്ങോട്ട് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കൈ പിടിച്ച് തിരിച്ച് വോട്ട് ചെയ്യേണ്ട എന്ന് പറയാനാവുമോ? പാർട്ടി സെക്രട്ടറി പറയുന്നതിൽ ന്യായമില്ലേ? പക്ഷെ ഇങ്ങോട്ട് തരാമെന്ന് പറയുന്നതും എന്തിനാണ് പറയുന്നത്? ചെയ്യാനുള്ള ചെയ്താൽ മതിയല്ലോ. SDPI എന്തിന് വെളിയിൽ ഇത് പറയുന്നു? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെങ്കിൽ അണികൾക്ക് നിർദ്ദേശം കൊടുത്താൽ മതിയല്ലോ, അവർ വോട്ട് ചെയ്തുകൊള്ളും. അപ്പോൾ പറയുമ്പോൾ ഇതിനകത്ത് ചില ക്ലെയിംസും കൊണ്ടുണ്ടാകും. അധികാരത്തിലെത്തിയാൽ ചില കാര്യങ്ങൾ SDPIക്ക് ചില കണക്ക് തീർക്കലുകളുണ്ട്. ആ കണക്ക് തീർക്കലിൽ പ്രധാനം മുസ്ലിം ലീഗിനുള്ള നിലപാടാണ്. മുസ്ലിം ലീഗ് മുഖ്യധാര കക്ഷിയാണ്, മിതവാദി കക്ഷിയാണ്, UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കക്ഷിയാണ്. മുസ്ലിം ലീഗിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടാതിരിക്കാൻ കുറച്ചുകൂടെ റാഡിക്കൽ ചിന്താഗതിയുള്ള, ഒരു പക്ഷേ ഈ മുൻകാലങ്ങളിലെ ട്രാക്ക് റെക്കോർഡ് അത്ര മെച്ചമല്ലാത്ത ഒരു പാർട്ടിയാണല്ലോ SDPI. പോപ്പുലർ ഫ്രണ്ട് ആണല്ലോ ഈ കൈവെട്ട് കേസിലെയൊക്കെ പ്രതി, ഈ ജോസഫ് മാഷിനെ കൈവെട്ടിയ കേസിൽ. അതുപോലെ അനവധി അക്രമ സംഭവങ്ങളിൽ കേരളത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടതും പിന്നീട് നിരോധിക്കപ്പെട്ടതുമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മാതൃസംഘടനയാണല്ലോ ഒരു പാർട്ടി എന്ന നിലയിൽ SDPI. അപ്പോൾ അവർക്ക് മുൻകാല ചെയ്തികളിൽ നിന്നും മാറാനാവില്ലല്ലോ. പക്ഷേ അതിന് കവർ കൊടുക്കാൻ LDFൻ്റെ ഭരണത്തിന് കഴിയും എന്ന ഒരു അദൃശ്യമായ ഒരു മോഹം അല്ലെങ്കിൽ വിശ്വാസം, അതാണോ അവരെ മുന്നോട്ട് നയിക്കുന്നത്? അതോ വേറിട്ട് നിൽക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് കരുതുന്ന ഒരു പ്രസക്തിയാണോ? UDFന് നിരുപാധിക പിന്തുണയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. അത് SDPIക്ക് അത് കൃത്യമായി പറയുകയും ചെയ്യാം. കാരണം BJPയുടെ തേരോട്ടം ഒഴിവാക്കി നിർത്താൻ നല്ലത് UDF ആണ്. അതുകൊണ്ട് BJP ചെറുക്കാൻ വേണ്ടി UDFന് പിന്തുണ നൽകി. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായിട്ട് പറഞ്ഞു, SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല, SDPയുടെ വോട്ടുകൾ പോലും വേണ്ട എന്ന് കർശന നിലപാടെടുത്തപ്പോൾ VD സതീശന് മുഖ്യമന്ത്രി സാധ്യത വരുമ്പോൾ അതെങ്ങനെയെങ്കിലും സാധ്യമല്ലാതാവണമെങ്കിൽ, UDFന് പ്രഹരം കൊടുക്കണമെങ്കിൽ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തണം. അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ KM അഷ്റഫിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. നോക്കൂ, UDFിൻ്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി KM അഷ്റഫാണ്. പേരിനോട് പോലും സാമ്യമുള്ളൊരു പേരിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ മുസ്ലിം വോട്ടുകൾ ചിതറുകയാണ്. ഒരു 4000-5000 വോട്ടെങ്കിലും SDPIക്ക് പിടിക്കാൻ അവിടെ കഴിഞ്ഞാൽ ഉറപ്പായും UDFിൻ്റെ പരാജയം ഉറപ്പാക്കാൻ കഴിയും. അങ്ങനെ LDFിൻ്റെ വോട്ടുകൾ കൃത്യം LDF കിറ്റിയിൽ വീഴുകയും UDFിന് വോട്ടുകൾ കുറച്ച് വിഘടിച്ചു പോവുകയും മുസ്ലിം വോട്ടുകൾ വിഘടിച്ചു പോവുകയും ചെയ്താൽ കൃത്യമായി K സുരേന്ദ്രൻ BJP നേതാവ് വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആത്യന്തികമായി അത് SDPയുടെ തന്നെ താല്പര്യങ്ങൾക്ക് വിഘാതമാകും. അതുകൊണ്ട് പെട്ടെന്ന് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിൽ SDPയുടെ പിന്തുണ
ആർക്ക്? മുൻ SDPI നേതാക്കളിൽ ചിലരാണ് വേങ്ങരയ്ക്ക് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. KM ഷാജിക്കെതിരെ ഉൾപ്പെടെ മത്സരിക്കുന്ന ആളുകൾ മുൻ SDPI നേതാക്കളെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ഇത് ബാന്ധവമാണ് എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ. അത് വിശദീകരിക്കേണ്ട ചുമതലയുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വിശദീകരിക്കാനാവുന്നില്ല എന്നതാണ് വാസ്തവം. അതാണ് ഒരു ഡയമെൻഷൻ ഇടതുപക്ഷത്തിൻ്റെ SDPI ബാന്ധവം. അപ്പോൾ UDFന് ജമാഅത്തെ ഇസ്ലാമിയുമായി, മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്നാണ് മറുപക്ഷത്ത് പറയുന്നത്. പക്ഷേ ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്നല്ലോ പറയേണ്ടത്. SDPIയുമായി CPMന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഒരവസ്ഥയിലെ അതല്ലേ വാസ്തവം. UDFന് ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാവാം, അത് അവർ വിശദീകരിച്ചുകൊള്ളും. LDF അല്ലല്ലോ അത് പറയേണ്ടത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തുമ്പോഴും കാര്യമായ അക്രമ സംഭവങ്ങളിലൊന്നും ഇടപെട്ടതായി അറിവില്ല കേരളത്തിൽ. ഒരുപക്ഷെ തീവ്ര നിലപാടുകളുള്ളതാണ്. പൊതുവെ മുസ്ലിം ജനസാമാന്യം ജമാഅത്തെ ഇസ്ലാമിക്കോ SDPIക്കോ അനുകൂലമായിട്ടല്ല. മുഖ്യധാര ഒരു രീതികൾ, മുഖ്യധാര പാർട്ടികളിൽ CPMലും CPIയിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെയാണ് മുസ്ലിങ്ങൾ പ്രധാനമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അല്ലാതെ ഈ ചെറിയ കക്ഷികളിലല്ല. അത് മുസ്ലിങ്ങളുടെ ഒരു വലിപ്പമാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു റാഡിക്കലൈസ്ഡ് മൈൻഡ് സെറ്റ് അല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ കാര്യമായ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് മലബാർ റീജിയനിലെങ്കിലും UDFനാണ് എന്നത് ഒരു കേവല യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ എങ്ങനെയെങ്കിലും കുറേയൊക്കെ മുസ്ലിം വോട്ടുകൾ അടർത്തിയെടുക്കുക എന്ന ഒരു ചിന്ത CPMനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ UDFൻ്റെ സാധ്യത എന്താണ്? UDFൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള അഴിമതി വിഷയങ്ങൾ, CMRL അഴിമതി വിഷയം, മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, കെടുകാര്യസ്ഥത, ഭരണത്തിലെ മെല്ലെപ്പോക്ക്, ധാർഷ്ട്യം, ഇതെല്ലാം തന്നെ പൊതുജന സമക്ഷം കൊണ്ടുവരിക എന്നതാണ്. ഇപ്പം നിയമനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതം, ഇതെല്ലാം ജനമധ്യേ കൊണ്ടുവരിക എന്നതാണ്. പക്ഷെ നമ്മളെല്ലാം വിചാരിച്ചൊരു കാര്യമുണ്ടല്ലോ, ശബരിമലയായിരിക്കണം വലിയ വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ള, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മലക്കമറിച്ചിൽ, അതുപോലെ വിശ്വാസ സംരക്ഷണ ഒരു ജാഥ നടത്തിയല്ലോ, അതുപോലെ ഒരു സംഗമം നടത്തിയല്ലോ, ആഗോള അയ്യപ്പ സംഗമം. ആ സംഗമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ UDF ആയുധമാക്കുമെന്നാണ് വിചാരിച്ചത്. അതേപോലെ തന്നെ UDF ആയുധമാക്കിയിരുന്നത് കഴിഞ്ഞ ഒരു 3 വർഷമെങ്കിലും വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള സവിശേഷമായ ബന്ധം, വെള്ളാപ്പള്ളി നടേശൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ മുസ്ലിം വിരുദ്ധ, മുസ്ലിം ലീഗ് വിരുദ്ധ, മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ, ഇത് മൂന്നും വേറെ വേറെ കാണണം കേട്ടോ. മലപ്പുറം വിരുദ്ധ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ മലപ്പുറം എന്ന ജില്ലയ്ക്ക് പ്രത്യേകിച്ചൊരു വേറൊരു കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം വിരുദ്ധത ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് വിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അത് പരമാവധി നേട്ടമാക്കുകയും ശ്രീ പിണറായി വിജയനെയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ഒരേ അച്ചിൽ കെട്ടുകയും അങ്ങനെ ഒരുപക്ഷെ ഈഴവ സമുദായത്തിനുള്ളിൽ തന്നെ ഈ വെള്ളാപ്പള്ളി വിരുദ്ധത വോട്ടാക്കി മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള UDFൻ്റെ തന്ത്രം. അതുമാത്രമല്ല, മുസ്ലിങ്ങളെ ഘടാതാകർഷിക്കുന്ന ഒന്നാണ് മുസ്ലിം വിരുദ്ധത പറയുന്ന ഒരാളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ബന്ധത്തിൽ പോയാൽ അതിനർത്ഥം മുസ്ലിം വോട്ടുകൾ തങ്ങളിലേക്ക് ധാരധാരയായി ഒഴുകുമെന്ന UDFൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായിരുന്നു പ്രചരണത്തിൻ്റെ ഒരു കാര്യം. അതുപോലെ ശബരിമല ആളിക്കത്തിക്കുക വഴി വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ നേടിയെടുക്കുക. ഇതെല്ലാം പോറ്റിയെ കയറ്റിയത് CPM ആണ്. സ്വർണം ചെമ്പായി മാറ്റിയത് CPM ആണ്, അതിൻ്റെ നേതാക്കളാണ്. വെട്ടുമേനിയുടെ ബലമാണ് CPMൻ്റെ ഭരണത്തിൻ്റെ കൈമുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDF ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. CPM BJP ബാന്ധവമാണ് തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി UDF ഉയർത്തിക്കൊണ്ട് വന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ പിന്നീടുള്ള 2 ആഴ്ച നിരന്തരമായി ഡീൽ, തൊടുന്നതിനും പിടിച്ചതിനുമെല്ലാം ഡീൽ. ഇതൊരു നെഗറ്റിവിസ്റ്റ് ക്യാമ്പയിൻ അല്ലേ? തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിയെയും CPMനെയും LDFനെയും വിമർശിക്കുക, ബദലായി തങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? നല്ല കാര്യങ്ങളും അവർ പറയുന്നുണ്ടല്ലോ. 5 കാര്യങ്ങൾ പറയുന്നു. നടപ്പാക്കുന്ന കാര്യമാണോ എന്ന് അറിയില്ല. 5 കാര്യങ്ങൾ. പണ്ട് ന്യായ പദ്ധതി പറഞ്ഞു, ചിറ്റിപ്പോയി. ഇപ്പോൾ ഇതാ ഇന്ദിരാ ഗ്യാരൻറ്റികൾ പറയുകയാണ്. ഈ ഗ്യാരൻറ്റികൾ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഈ വായ്പ ഗ്യാരൻറ്റി, അതുപോലെ ഈ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന പദ്ധതി, എന്തിന്? സ്ത്രീകൾക്ക് സൗജന്യമായി ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള, ഗവൺമെൻറ് ബസ്സുകൾ, KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള അനുവാദം എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ക്ഷേമ പെൻഷൻ 30,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന ഒരു പ്രോമിസ്
ഇതൊക്കെ ഒരുപക്ഷെ നടപ്പാകില്ലായിരിക്കും. റബ്ബറിന് താങ്ങുവില ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയാണ്. 300 രൂപ 250 രൂപയിലേക്ക് വരികയും പിന്നീട് 300 രൂപയിലേക്കും വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുക എന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാര്യം. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ എന്തിന് CPM BJP ബാന്ധവം എന്ന് പറഞ്ഞുകൊണ്ട് 10 മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതിനകത്ത് ഈ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന മേൽത്തട്ടിലെടുക്കുന്ന തീരുമാനമല്ലേ ഈ ഡീല് ബാധകമാക്കണമെങ്കിൽ താഴെ തട്ടിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായില്ല എങ്കിൽ വൻതോതിൽ CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് മാറുകയോ ചില മണ്ഡലങ്ങൾ BJPയുടെ വോട്ടുകൾ CPMലേക്കോ അല്ലെങ്കിൽ LDF കക്ഷികളിലേക്കോ മാറുകയോ ചെയ്തില്ല എങ്കിൽ കൃത്യമായി ഇത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. എത്ര സംസാരിച്ചാലും തെളിയിക്കാനാവാത്ത ആരോപണമാണ് ഡീൽ ആരോപണം. ഒരുപക്ഷെ പാലക്കാട്ടെയൊക്കെ NMR ഡ്രസ്സാക്കുന്ന CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പോരാട്ടം ഇപ്പോൾ CPM മുസ്ലിം വോട്ടുകൾ അടർത്തിയെടുക്കുക വഴി UDFന് ജയസാധ്യത കുറയ്ക്കുകയും LDFൻ്റെ BJPയുടെ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി പാലക്കാട് വിജയിച്ചു വരികയും ചെയ്യും എന്ന ഒരു ചിന്ത. ഒരു പക്ഷേ അത് ശരിയെ ലോജിക്കലാണ്, പക്ഷേ കൃത്യമായി നമുക്ക് തെളിയിക്കാനാവാത്ത ആരോപണങ്ങൾ. അതുപോലെ തന്നെ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ ഡീലുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഡീല് പരമാവധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, CPMൻ്റെ വോട്ട് കൃത്യമായി LDF കാൻഡിഡേറ്റിൻ്റെ പെട്ടിയിൽ വീണാൽ അവിടെ BJPക്ക് വിജയസാധ്യതയുണ്ട്. എക്കാലത്തും LDFൻ്റെ വോട്ടുകൾ അവസാന നിമിഷം UDFൻ്റെ അതായത് മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണല്ലോ BJPയുടെ വിജയം ഈ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ തടയാൻ കഴിയുന്നത്. അതുപോലെ തിരുവനന്തപുരം വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് BJPക്ക്. അപ്പോൾ BJPക്ക് പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം നഗരമണ്ഡലങ്ങൾ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെങ്കിലും തിരുവനന്തപുരം സെൻട്രൽ ആ ഒരു പ്രതീക്ഷ ഒരു പക്ഷേ കാണില്ല. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാധ്യതകൾ. അപ്പോൾ ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത്, അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമത്ത് ഡീൽ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. CPMനും BJPക്കും തമ്മിൽ എങ്ങനെ നേമത്ത് ഡീൽ ഉണ്ടാക്കാൻ പറ്റും? രണ്ട് കക്ഷികളും വിജയിക്കാൻ മത്സരിക്കുന്ന കക്ഷികളാണ്. അവിടെ ഡീലുണ്ടെങ്കിൽ തന്നെ SDP-യുടെ ഡീൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായി SDP-യുടെ ഡീൽ ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസിന് നേട്ടമെന്നാണ്. SDP ബാന്ധവം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കുറേയേറെ വോട്ടുകൾ സമാഹരിക്കാം. 10 SDP വോട്ടുകൾ LDF കിറ്റിയിൽ വീണാൽ ആ പേര് പറഞ്ഞുകൊണ്ട് 50 വോട്ടുകൾ UDF കിറ്റിയിലേക്ക് മറുപക്ഷത്തു നിന്ന് ചോർത്തിയെടുക്കാം എന്ന ലളിതയുക്തിയാണ്. ഇതെല്ലാമാണ് പാർട്ടികളെ ഭരിക്കുന്നത്. അപ്പോൾ UDF ഡീലിൻ്റെ പുറകെ പോയി. പക്ഷേ രാഹുൽ ഗാന്ധി 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ ഡീലിൻ്റെ പുറകെ ഡീൽ സംസാരിച്ചു. അത് BJPയും CPMും തമ്മിലുള്ള ഡീലിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഓർക്കണം. അവിടെ CPMും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. എന്നിട്ടും ഇവിടെ വന്ന് ഈ ഭരണം വളരെ പ്രധാനമാണ്, കോൺഗ്രസിനും UDFനും വളരെ പ്രധാനമായതുകൊണ്ടാണ് ആ ഡീൽ എന്ന പരിപ്പ് വേഗമെന്ന് രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ KC വേണുഗോപാൽ ആൻഡ് കമ്പനി പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ടാകാം എടുത്തിട്ടലക്കുന്നത് കണ്ടു. അത് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പരിപ്രേക്ഷ്യം എന്താണ്? ഡൊണാൾഡ് ട്രംപ് കൺട്രോൾസ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഈസ് ഓൾസോ ബീങ് കൺട്രോൾഡ് ബൈ അദനി അംബാനി. വ്യവസായ പ്രമുഖന്മാരാണ്. അത് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടവിഷയമാണ്. അദനി അംബാനി ആൻഡ് ബ്രാക്കറ്റഡ് വിത്ത് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഇൻ ടേൺ കൺട്രോൾസ് പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ ഈ ഒരു ശ്രേണിയിലെ ഭാഗമാണ്. നമുക്ക് ആ ശ്രേണി മാറ്റണം എന്ന ഒരു യുക്തിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് വരണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് കൊടുക്കുകയാണ്, കൃത്യമായ രാഷ്ട്രീയം പറയുകയാണ് അവിടെ. അത് ടെനബിൾ ആണോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ LDFൻ്റെ വോട്ട് ചെയ്യാൻ ഇരുന്ന ആളുകളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ BJP CPM ബാന്ധവം നിരന്തരമായി ഉയരുന്നത് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ശബരിമല പ്രതിരോധിക്കാനാവാത്ത ഒരവസ്ഥയിലാണ്. ശബരിമലയിൽ നിങ്ങൾ സ്വർണം കട്ടോ എന്ന് ചോദിക്കുമ്പോൾ CPM പറഞ്ഞ മറുപടി എന്താണ്? പോറ്റി ആദ്യം കയറ്റിയത് സോണിയാഗാന്ധി അല്ലേ? അവരുടെ വീട്ടിൽ കയറ്റി കയ്യിൽ ചരട് കെട്ടിച്ചത്. ഇത് ഉത്തരമല്ലല്ലോ. സോണിയാഗാന്ധി പോറ്റിയുമായി എന്തെങ്കിലും രീതിയിൽ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അതിലെന്തെങ്കിലും സോണിയാഗാന്ധിക്ക് എവിടെയാണ് അധികാരം? പോറ്റിക്ക് എന്ത് ലൈസൻസ് കൊടുക്കാൻ സോണിയാഗാന്ധിക്ക് കഴിയും? സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെങ്കിലും, കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാരമില്ലാത്ത കോൺഗ്രസിന് പോറ്റിയുമായി എന്തു ബന്ധമുണ്ടെങ്കിലും എന്ത് ഡീൽ ഇവിടെ സാധിക്കും? അതൊരു ചോദ്യമാണ്.
വേണമെങ്കിൽ പറയാം, മുൻപ് UDF ഭരിച്ചിരുന്ന കാലത്താണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. അന്ന് അടൂർ പ്രകാശും മറ്റ് ആളുകളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൽ പങ്കാളികളായിരുന്നു എന്നൊരു പരിപ്രേക്ഷ്യം കൊടുക്കാൻ സാധിക്കും LDF-ന്. പക്ഷേ LDF-നെതിരെ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ അണികളുടെ അല്ലെങ്കിൽ ചെറിയ നേതാക്കളുടെ ലൈംഗിക അരാജകത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. LDF പറയേണ്ട മറുപടി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി UDF നടപടിയെടുത്തു ആരോപണം വന്നപ്പോൾ. പക്ഷേ PK ശശിക്കെതിരെ ഉൾപ്പെടെ കൃത്യമായ ആരോപണം വന്നു, നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് PK ശശി ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റമാണ്. UDF PK ശശിക്ക് ഈ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം UDF-നും വലിയ ഹരിശ്ചന്ദ്രൻ ചമയേണ്ട കാര്യമൊന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് പ്രധാനം, അല്ലാതെ സ്ത്രീ സുരക്ഷയോ സ്ത്രീ സൗഹൃദ നിലപാടോ ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. അതുമാത്രമല്ല, LDF-ൻ്റെ ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്നാൽ തങ്ങളുടെ നേതാക്കൾ പ്രതിരോധത്തിലായാൽ അവരെ സംരക്ഷിക്കും, കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതിരോധത്തിലായാൽ അവരെ കൈവിടണം. ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പം ഇവിടെ CPM-ന് മറുപടി പറയേണ്ടി വരും. അഴിമതി പത്മകുമാർ ഉൾപ്പെടെ ശബരിമലയിൽ അഴിമതി ആരോപണ വിധേയനാവുമ്പോൾ എന്തിന് പത്മകുമാറിനെ ഇത്രത്തോളം സംരക്ഷിച്ചു, വാസുവിനെ ഇത്രത്തോളം സംരക്ഷിച്ചു, എന്തിന്? ഇതിനൊക്കെയുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനം തിരഞ്ഞെടുപ്പിൽ ഉറപ്പായി ചോദിക്കില്ലേ? അതോടൊപ്പം തന്നെ LDF ഫേസ് ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്, തിരഞ്ഞെടുപ്പിനെ ബാധിക്കാവുന്നൊരു വിഷയമാണ്. LDF-ൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ വിയോജിച്ചുകൊണ്ട് അനേകർ പാർട്ടി വിടുന്നു. ഈഴവ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ബേസ് LDF-ന് നഷ്ടപ്പെടുന്നു. പൂർണ്ണമായി LDF-നോടൊപ്പമായിരുന്നു ആ കമ്മ്യൂണിറ്റിയുടെ നല്ല ഭാഗം. ഒരു ചെറിയ ഭാഗമെങ്കിലും BJP-യിലേക്ക് നീങ്ങുന്നു. അത് വിശദീകരിക്കാൻ CPM-ന് കഴിയുന്നില്ല. എന്തുകൊണ്ട് പോകുന്നു അത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, വിവിധങ്ങളായ അഴിമതി ആരോപണം കൊടുത്ത് കുഞ്ഞികൃഷ്ണൻ പോയി. എന്താണ് അഴിമതി ആരോപണം ഉയർത്തിയാണ് പോയത്? പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് ദുർവിനിയോഗം ചെയ്തു. പാർട്ടി നടപടിയെടുക്കുന്നില്ല. അദ്ദേഹം UDF ലേബിൽ മത്സരിക്കുന്നു. ഗോവിന്ദൻ മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതം ആരോപിച്ചുകൊണ്ട് മത്സരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുക തെറ്റൊന്നുമല്ല. പക്ഷേ അതിൻ്റെ രീതി ഉന്നത നേതാക്കളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഒരു ക്രമം തെറ്റിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ആരോപണ വിധേയമാകുന്നു. അതുപോലെ ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രമുഖമായ ഒരു നേതാവ് രാജേന്ദ്രൻ CPM വിട്ട് BJP-യിലേക്ക് പോകുന്നു. എന്തിന്? കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി 3 ടൈം MLA, വേണ്ട രീതിയിൽ ഒരു മുൻ MLA ഡീൽ ചെയ്യാൻ CPM-ന് കഴിയുന്നില്ല. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില കറിക്ക് പുറത്തെന്ന മട്ടിൽ ആയിഷ പോറ്റി പുറത്തുപോയി. കോൺഗ്രസ് ചേർന്ന് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു. തടയാൻ കഴിയുന്നില്ല CPM-ന്. അവസാന ആണിയാണ് G സുധാകരൻ. എന്തെല്ലാം പറയുമ്പോഴും G സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ G സുധാകരൻ UDF ടിക്കറ്റിൽ മത്സരിക്കും, UDF പിന്തുണയോടെ മത്സരിക്കുമെന്ന് സ്വപ്നേനെ വിചാരിച്ചില്ല CPM. അത്രയ്ക്കുണ്ട് ഈ നേതാക്കളെ, മുൻകാല നേതാക്കളെ ഡീൽ ചെയ്യാൻ പോലും കഴിയുന്നില്ല CPM-ന്. ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായ ആ ഒരു നൈർമല്യം നഷ്ടപ്പെട്ട CPM-നെതിരെ കോൺഗ്രസ് BJP-യും ആഞ്ഞടിക്കുമ്പോൾ പിണറായി 3.0 വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. BJP-ക്കും സാധ്യതയുണ്ട്. എന്ത് സാധ്യത? നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 2021 ലോക്സഭ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട 20%, 19.78%, 20 എന്ന് കൂട്ടാം, 20% വോട്ട് ഷെയർ എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ച് ഒരു 25% മാറ്റിയാൽ ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയ സാധ്യതയുണ്ടായിരുന്നു. ചില മണ്ഡലങ്ങളിലപ്പോൾ 30,000-ൽ പരം വോട്ട് പിടിച്ച പല മണ്ഡലങ്ങളിലും അതൊരു 50,000, 55,000 മാറ്റാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ BJP-ക്ക് വിജയ സാധ്യതയുണ്ട്. ഒരു 10 മണ്ഡലങ്ങളിലോളം ഈ ലോക്സഭാ ട്രെൻഡ് തുടരുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ BJP 1-ാം സ്ഥാനത്താണ്, 9 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. അത് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയെങ്കിൽ തദ്ദേശം വന്നപ്പോൾ ചില മേഖലകളിൽ നേട്ടമുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. പല കോർപ്പറേഷനുകളും മെച്ചപ്പെട്ട പ്രതിച്ഛായ സൃഷ്ടിക്കാനായി സീറ്റ് എണ്ണം കൂട്ടിയെടുത്തു. പക്ഷേ ഉദ്ദേശിച്ച പെർസെൻറ്റേജ്, ഓവറോൾ പാൻ കേരള പെർസെൻറ്റേജ് 15%-ലും കുറയുന്നു. 5% വോട്ട് ഇറോഷനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ BJP-ക്ക് സംഭവിച്ചത്. അതുകൊണ്ട് BJP-യെ എത്രത്തോളം ഒരു വയബിൾ ഫോഴ്സായി മാറ്റിയെടുക്കാൻ കഴിയും അറിയില്ല. പക്ഷേ ചില നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, വടക്ക് ഭാഗത്ത്
അതുപോലെ ഇവിടെ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മധ്യ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങൾ ഒരു പക്ഷേ FCRA ബില്ലുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് എത്താതെയാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിൽ കാര്യമായ പ്രതീക്ഷ വേണ്ട എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ UDF LDF തമ്മിലുള്ള ഏതാണ്ടൊരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് അവസാന ഘട്ടത്തിൽ വന്നേക്കാം, വിത്ത് BJP സെക്യൂറിങ് 2-3 സീറ്റ്സ് ഹിയർ ആൻഡ് ദെയർ. അത് സംഭവിച്ചേക്കാം. അഡ്വാൻറ്റേജ് UDF എന്നാണ് മിക്ക സർവേകളും പറയുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നത്. അതല്ല എന്ന് തെളിയിക്കാൻ ആവില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 81 മണ്ഡലങ്ങളിൽ UDFന് ലീഡുണ്ട്, നിയമസഭാ സെഗ്മെൻറ്റിൽ ലീഡുണ്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും കൂടി ഒരു 90 മണ്ഡലങ്ങൾ, 100 എന്നൊക്കെ VD സതീശൻ പറയും. പക്ഷേ 90 എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഓപ്റ്റിമിസ്റ്റിക് നമ്പർ അതിപ്പോൾ UDF നേതാക്കൾ തന്നെ കുറച്ചുകൂടി ലഘൂകരിച്ച് ജയിക്കും, ആരോ മാർജിനിലെങ്കിലും ജയിക്കും എന്ന പ്രതീക്ഷ മാത്രമായി മാറിയിരിക്കുന്നു. പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ കൂടുതൽ കടുക്കുന്നു. ഇടതുപക്ഷം സർവ്വസന്നാഹം, കേഡർ ബേസ്ഡുള്ള പാർട്ടിയല്ലേ CPM. അപ്പോൾ അവരുടെയൊക്കെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാനുള്ള സംവിധാനമുണ്ട്. UDFന് ഇപ്പോഴും മഴകുഴമ്പൻ നയമാണ്. അപ്പോൾ അവിടെ ഇത് തമ്മിലുള്ള പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ മത്സരം കടുക്കും. പക്ഷേ അഡ്വാൻറ്റേജ് UDF എന്ന മൊത്തത്തിലുള്ള നിഗമനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു കൂടായികയില്ല എന്ന ഉറപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.